പങ്കെടുക്കുമ്പോഴുള്ള വീട്ടിലെ സമീപനം എന്താണ്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ വീട്ടിലുള്ള സമീപനം എന്താണ്? രാവിലെ എഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിലെ സമീപനം എന്താണ്? ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പരിശീലനമാണ് ദീനി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അത് പരിശീലനമാണെങ്കിൽ വീട് അതിലേക്ക് ചേരണം. ഇതിന് അനുബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് നാലാമത്തേത്, അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ ഊല എന്നത്. അൽ ഉമ്മു ഉമ്മ ഹിയ അൽ മദ്രസത്തുൽ ഊല, ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ എന്നാണ് അതിൻ്റെ നേർക്ക് നേരുള്ള അർത്ഥം. അൽ ഊല എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, അള്ളാഹു തആല എന്നർത്ഥമുണ്ട് അൽ ഊല എന്നുള്ളതിന്. ഉമ്മയാണ് അള്ളാഹുവിനെ പഠിപ്പിക്കുന്നത് എന്നാണ്. ഇതിപ്പോൾ അമ്മമാരോട് പറയേണ്ടതാണ്, പക്ഷെ നമുക്ക് വാപ്പാരെയാണ് കിട്ടുന്നത്, അതുകൊണ്ട് വാപ്പാരോട് പറയാം. ഉമ്മ ഒന്നാമത്തെ മദ്രസ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഉമ്മ പഠിപ്പിക്കുന്ന വിജ്ഞാനങ്ങളാണ് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുക എന്നാണ്. ഇപ്പം നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയും, പക്ഷെ നമ്മൾ അറിയെങ്കിലും തിന്നുമ്പോൾ മറക്കും. തുമ്മുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ മറന്നിട്ടുണ്ടാവും. എന്നാൽ തുണി എടുക്കാൻ മറക്കൂലല്ലോ. നമ്മൾ ഉറക്കത്തു നിന്ന് നീച്ചിട്ട് എവിടേക്കെങ്കിലും മണ്ടുകയാണെങ്കിലും തുണി എടുത്തുങ്ങാണ്ട് വേഗം മണ്ട് ചെയ്യുക. പിരാന്തനായാൽ വരെ തുണി എടുക്കും. പാൻറ് ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ മുന്നും പിന്നൊക്കെ കീറിയിട്ടുണ്ടാവും, എന്നാലും അവൻ ആ സാധനം ഇടും. എന്തുകൊണ്ടാണ് ബിസ്മി മറക്കുന്നു, അൽഹംദുലില്ലാ മറക്കുന്നു, തുണി എടുക്കാൻ മറക്കുന്നില്ല? ഇതിൻ്റെ കാരണം, എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്നറിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മ നമ്മളെ പരിശീലിപ്പിച്ചതാണ് എന്നതാണ് അതൊരിക്കലും ജീവിതത്തിൽ മറന്നു പോകാത്തതിൻ്റെ കാരണം. ബിസ്മി മറക്കാതിരിക്കണമെങ്കിൽ ഉമ്മ ഒരു കാര്യം ചെയ്യണം. മുല നൽകുന്ന സമയം മുതൽ ജീവിതത്തിൽ എപ്പോൾ ഭക്ഷണം നൽകുകയാണെങ്കിലും അപ്പോഴെല്ലാം കുട്ടി കേൾക്കുന്ന തരത്തിൽ ഉറക്ക ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമാണ് മനുഷ്യന് നേട്ടമുണ്ടാകുക. അതുകൊണ്ട് അൽ ഉമ്മു ഹിയ അൽ മദ്രസത്തുൽ ഊല. നമുക്ക് എന്തൊക്കെ വിഷയത്തിൽ സംശയം തോന്നിയാലും അല്ലാഹ് ഉണ്ട് എന്നുള്ളതിൽ സംശയം തോന്നാത്തതിന് ഒരേ ഒരു കാരണം മാത്രമാണുള്ളത്, ഉമ്മ പറഞ്ഞു എന്നതാണ് അള്ളാഹുവിനെ എന്നതാണ് കാരണം. അപ്പം ഉമ്മ പറയുന്ന ഒരു വിഷയത്തിനും തെളിവ് വേണ്ടി വരൂല എന്നതാണ് ജീവിതത്തിലെ വലിയൊരു സന്ദേശം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് നാലാമത്തത്. അഞ്ചാമത്തെ കാര്യം അതിൻ്റെ അനുബന്ധമായ മറ്റൊരു കാര്യമാണ്, വാപ്പാൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്നതാണ്. അൽ വലദു സിർറു അബീഹി എന്നതാണ് അഞ്ചാമത്തെ കാര്യം. വാപ്പാൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്ന് പറയുന്നത്. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് പരസ്യമായി ചെയ്യുന്നവരാണ് മക്കൾ. നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ കുട്ടിക്ക് 7ാം ക്ലാസ് പരീക്ഷ പാസ്സായിട്ട് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ട് റബീഉൽ അവ്വൽ 12-ന് മദ്രസയിലെ കുട്ടികളുടെ കലാപരിപാടിയിൽ വെച്ചുകൊണ്ട് സമ്മാനം കിട്ടുകയാണ്. അപ്പം നമ്മളെ കുട്ടിയുടെ പേരിങ്ങനെ വായിച്ചു, വാപ്പാൻ്റെ പേരൊക്കെ ഇങ്ങനെ വായിച്ച് സദറുസ്താവ് വായിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ വാപ്പ അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കും. അങ്ങനെ സമ്മാനം വാങ്ങണതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് പറയും, ഇൻ്റെ ചെറുക്കനാണ് ആ വാങ്ങണത്, ഓ അല്ലെങ്കിലും എൻ്റെ മാതിരി വളരെ ഉഷാറാണ്, ഓൻ്റെ പെങ്ങളും അങ്ങനെ തന്നെയായിരുന്നു, ഓൻ്റെ ഉമ്മ അങ്ങനെ തന്നെയാണ്, എൻ്റെ വാപ്പി അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുക അടുത്തിരിക്കുന്ന ആളോട്. ഇതേ കുട്ടി ഈ റബീഉൽ അവ്വൽ 12-ന് സ്റ്റേജിന്മ കയറി സമ്മാനം വാങ്ങിയ അതേ കുട്ടി കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരടുത്തുനിന്ന് അടി കിട്ടിയാൽ വാപ്പ പറയും, ഓൻ്റെ കൂട്ടുകാരൊക്കെ മോശമായതുകൊണ്ടാണ്. അല്ല, എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. റബീഉൽ അവ്വൽ 12-ന് സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായതുകൊണ്ടല്ലേ? എന്നാൽ ആൾക്കാരിൽ നിന്ന് പേരടിക്ക് നോക്കിയിട്ട് അടി കിട്ടിയതും എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. അതാണ് അൽ വലദു സിർറു അബീഹി, മക്കൾ മാതാപിതാക്കളുടെ സ്വകാര്യമാകുന്നു എന്ന് പറഞ്ഞത്. വാപ്പാൻ്റെ രഹസ്യത്തെ മക്കൾ പരസ്യമാക്കും. പിതാവ് സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിയാൽ വാപ്പനെ കൊണ്ടുവരാന്ന് പറയും സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ മദ്രസയിൽ നിന്ന്. വേണ്ടാത്ത കാട്ടിയാൽ വാപ്പാനെ കൊണ്ടുവരാന്ന് പറയും. അതിന് ചെല്ലേണ്ട ആൾ തന്നെയാണ്, കാരണം ഓൻ്റെ അടുത്ത് തന്നെയാണ് പ്രശ്നമുള്ളത്.
ഇത് വാപ്പാര സദസ്സായതുകൊണ്ട് നമുക്ക് എന്തായാലും തുറന്നു പറയാൻ പറ്റും. ചില സ്ഥലത്ത് എന്നാൽ രക്ഷിതാക്കളുടെ മീറ്റിംഗ് കണ്ടിട്ട് കുട്ടികളെയും കൊടുന്നിരുത്തും, അപ്പോൾ പറയാൻ പറ്റൂലല്ലോ. ഇപ്പം നമുക്ക് എന്തായാലും പറയാൻ പറ്റും. ഇപ്പോൾ വാപ്പാർ മാത്രമേ ഉള്ളത്. വാപ്പാൻ്റെ കുഴപ്പം തന്നെയാണത്. മാതാപിതാക്കളിൽ നിന്നാണ് മക്കളെല്ലാം പഠിക്കുന്നത്. അതുകൊണ്ട് പിതാവിൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്ന് പറയുന്നത്. വാപ്പ സ്വകാര്യതയിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യുന്നു. അത് നന്മയാണെങ്കിലും അങ്ങനെയാണ്, തിന്മയാണെങ്കിലും അങ്ങനെയാണ്. മക്കളെ കൊണ്ട് വിജയിച്ച വാപ്പാരുണ്ട്, വാപ്പാരെ കൊണ്ട് വിജയിച്ച മക്കളുമുണ്ട്. മക്കളെ കൊണ്ട് വിജയിച്ച വാപ്പാരുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം. വാപ്പാരെ കൊണ്ട് വിജയിച്ച മക്കളുമുണ്ട്. ഔസുല്ലാദമിൻ്റെ പിതാവിനെ നമുക്ക് ചരിത്രത്തിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അബൂ ഹനീഫത്തൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ അങ്ങനെ മനസ്സിലാക്കാം. രണ്ടിൻ്റെ ഉദാഹരണമാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവിടുത്തെ മകനായ സയ്യിദുന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാമും ഒരു നല്ല വാപ്പാക്ക് ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരു നല്ല മകൻ ഉദാഹരണമാണ് സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് രംഗം. അങ്ങനെ കാട്ടിലെത്തി, ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തി, കയ്യിൽ കയറുണ്ട്, കത്തിയുണ്ട്. വാപ്പ മോനോട് പറയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. കുഞ്ഞിമോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എനിക്ക് സ്വപ്നം മുഖേനയായി വഹി നൽകിയിട്ടുണ്ട്. എന്താണ് മോനെ നിന്റെ അഭിപ്രായം? മകൻ പറഞ്ഞു, യാ ബതിഫ് അൽ മാ തുഉമർ. വാപ്പ, നിങ്ങളോട് എന്താണ് കൽപ്പനയുള്ളതെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഈ ചോദ്യത്തിന് നേരത്തെ പഠിപ്പിച്ചല്ല, ഉമ്മ പറഞ്ഞു കൊടുത്തല്ല. മോനെ, വാപ്പ എന്നെ കാട്ടിക്കൊണ്ടോട്ടോ. അങ്ങനെ ഒരു പാറക്കല്ലിൻ്റെ അടുത്ത് എത്തിയാൽ വാപ്പ പറയും, അന്നെ അറുക്കണമെന്ന് അള്ളാഹു എനിക്ക് സ്വപ്നത്തിൽ വഹി നൽകിയിട്ടുണ്ട്, എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. ഇമ്മാൻ്റെ കുട്ടി, കുഴപ്പമില്ല വാപ്പ, നിങ്ങൾ അർത്തോളിന്ന് പറഞ്ഞോളൂണ്ടു, ഒന്നും സംഭവിക്കൂലടാ, ദേശം കഴിയുമ്പോത്തിന് ജിബ്രീൽ അലൈഹി ഇസ്ലാം ആടിനേറ്റ് വരും എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തല്ല. ഈ ചോദ്യത്തിന് ഈ കുട്ടിയിൽ നിന്ന് എങ്ങനെ ഒരു മറുപടി വന്നു എന്നതിൻ്റെ ഉത്തരം, വാപ്പാൻ്റെ ഗുണം വാപ്പാക്കുണ്ടായപ്പോൾ മകൻ്റെ ഗുണം മകനുണ്ടായതാണ്. വാപ്പാൻ്റെ ഗുണം അതാണ് ഇബ്രാഹിമിയത്ത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയലുണ്ട്, അനഫി മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണ് എന്ന് അലൈഹിസ്സലാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രിയിൽ വഴിയിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, മർഹബം ബി ഇബ്നി സ്വാലിഹി, സ്വാലിഹായ എൻ്റെ മകന് സ്വാഗതം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ച് ഇങ്ങോട്ട് മോനെന്നും പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അങ്ങോട്ട് വാപ്പാന്നും പറഞ്ഞിട്ടുണ്ട്. മില്ലതാബീകും ഇബ്രാഹിമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. നിങ്ങൾ നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിലാണ്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, അദ്ദേഹമാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് നൽകിയിട്ടുള്ളത്. വാപ്പന്നെയുള്ള മക്കൾക്ക് പേരിടാം, നമുക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ട ആള് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്.